ലഹരിയിൽ പെട്ടുപോകുന്ന കുട്ടികളിലേക്ക് അത്തരം വാർത്തകൾ നമ്മൾ ദിവസങ്ങളായി തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നൊരു വാർത്ത അത് കോട്ടയത്ത് നിന്നാണ്. ഇന്നലെയാണ് ആ വാർത്ത വന്നത്. കോട്ടയത്ത് ചോക്ലേറ്റിൽ ലഹരി എത്തിയ വാർത്ത റിപ്പോർട്ടറാണ് ഇന്നലെ പുറത്തു കൊണ്ടുവന്നത്. 7th ഡേ സ്കൂളിൽ വെച്ച് കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ ലഹരി എങ്ങനെ എത്തിയെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ചെറിയ കുട്ടിയാണ്. ആ കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ ലഹരി ഉണ്ടായിരുന്നു. അത് തെളിയിച്ചതാണ്. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് നമുക്കൊന്നറിയണം. കോട്ടയത്തെ ആ 7th ഡേ സ്കൂളിൽ ആ LKG കുട്ടിക്ക് സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫെബ്രുവരി 17-നാണ് ഈ സംഭവം നടക്കുന്നത്. കോട്ടയത്തെ 7th ഡേ സ്കൂളിലെ LKG ക്ലാസ് മുറിയിൽ നിന്ന് LKGയിലെ ആ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കിട്ടുകയാണ്. ഈ ചോക്ലേറ്റ് ക്ലാസ് മുറിയിലെ ബെഞ്ചിൽ പകുതി കഴിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടി ആ ചോക്ലേറ്റ് എടുക്കുന്നു, അത് കഴിക്കുന്നു. ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് ഈ കുട്ടി ആ LKG ക്ലാസ് മുറിയിൽ നിന്നും തൊട്ടടുത്തുള്ള അബാക്കസ് ക്ലാസ് മുറിയിലേക്ക് പോവുകയാണ്. ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് നടന്നു പോകുന്നു. കുട്ടിയുടെ കയ്യിൽ ഈ ചോക്ലേറ്റ് ഉണ്ടെന്ന് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ടീച്ചർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 3:30 കൂടി കുട്ടിയെ സ്കൂളിൽ നിന്നും വിളിക്കാനായി അമ്മ എത്തുകയാണ്. അപ്പോൾ തന്നെ ഈ കുട്ടി ഒരു അവശ നിലയിലാണെന്ന് അമ്മ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷയിൽ കുട്ടിയെ കയറ്റുമ്പോൾ കുട്ടി കൂടുതൽ അവശ നിലയിലാവുന്നുണ്ട്. പിന്നീട് ഈ കുട്ടിയെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കുട്ടി വീട്ടിൽ എഴുതാനിരിക്കുമ്പോൾ ഈ കുട്ടി മയങ്ങിപ്പോകുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്ന ശേഷമാണെങ്കിൽ ബോധം പോയ പോലെ ഈ കുട്ടി ഉറങ്ങുകയായിരുന്നുവെന്നൊക്കെ അമ്മ പിന്നീട് പറയുന്നുണ്ട്. അത്തരത്തിലാണ് ഈ കുട്ടിയുടെ പെരുമാറ്റമായാലും ഈ കുട്ടിയുടെ ആരോഗ്യനിലയായാലും പിന്നീട് വഷളാവുന്നതാണ് ഈ കുടുംബം ശ്രദ്ധിക്കുന്നത്. അന്ന് രാത്രി തന്നെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ രാത്രി 9:30 കുട്ടിയെ പ്രവേശിപ്പിക്കുന്നു. ഫെബ്രുവരി 18 കുട്ടിയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയാണ്. അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ രക്ഷിതാക്കൾ. പിന്നീട് ഫെബ്രുവരി 19 കുട്ടിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. കുട്ടിയുടെ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി തന്നെ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ ഈ ഹോസ്പിറ്റൽ മാറ്റുന്നു. അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് ഫെബ്രുവരി 27, അതായത് അത്രയും ദിവസം ഈ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഫെബ്രുവരി 27 കുട്ടിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയാണ്. അതോടുകൂടി ഈ ഡിസ്ചാർജ് സമ്മറിയിൽ നിന്നാണ് കുടുംബത്തിന് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഈ ചോക്ലേറ്റിൽ ലഹരി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം കുടുംബത്തിന് ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഈ ചോക്ലേറ്റിൽ ഈ പാതി കഴിച്ച നിലയിൽ ആ ക്ലാസ് മുറിയിൽ ആ ബെഞ്ചിൽ കണ്ട ആ ചോക്ലേറ്റിൽ എങ്ങനെ ലഹരി പദാർത്ഥം വന്നു, ലഹരി സാന്നിധ്യം വന്നു എന്ന് ഇന്നും ആർക്കും അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ സംഭവത്തിൽ നടന്നത്. ഇതാണ് കോട്ടയത്ത് സംഭവിച്ചത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയണം. കാരണം കുട്ടികളാണ്. കുട്ടികൾക്ക് നമ്മളെ വിശ്വസിച്ച് എങ്ങനെ ഈ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി എന്നൊരു കാര്യം കൂടി അതുകൂടി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലഹരി ഉണ്ടെന്ന് ലഹരി ആ കുട്ടി തിരഞ്ഞെടുത്തതല്ല, ചെറിയ കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയുടെ കയ്യിൽ വന്നുപെട്ട ഒരു ചോക്ലേറ്റിൽ ലഹരി ഉണ്ടായിരുന്നു. വിവരങ്ങൾ നൽകുന്നത് അഞ്ജന അനിൽകുമാറാണ്. അഞ്ജന, ഈ കോട്ടയത്തെ സംഭവത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം സംസാരിക്കുന്നത് തന്നെ വിവിധ കേസുകളെ കുറിച്ച് പറയുമ്പോൾ ലഹരിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതെ പോവാനേ കഴിയില്ല. ഈ കുട്ടിയുടെ കയ്യിലെത്തിയ ആ ചോക്ലേറ്റിൽ എങ്ങനെ ലഹരി വന്നുവെന്നാണ് ഇപ്പോഴും കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായി? നിലവിൽ ഇതിൽ എന്തെങ്കിലും അന്വേഷണങ്ങളുണ്ടോ? കുടുംബം എന്താണ് പറയുന്നത്? റോഷ്നി, ഗൗരവകരമായ സംഭവം തന്നെയാണ്. ഫെബ്രുവരി 17 ക്ലാസ് മുറിയിൽ നിന്നും ഈ കുട്ടിക്ക് ലഹരി പദാർത്ഥം അടങ്ങുന്ന ഡയറി മിൽക്ക് ചോക്ലേറ്റ് കിട്ടുന്നത്. 20 രൂപയുടെ ഒരു ഡയറി മിൽക്കാണ്. സാധാരണ കടകളിലെല്ലാം തന്നെ സുലഭമായിട്ടുള്ള ഒരു ഡയറി മിൽക്കാണ്. അത് തുറന്ന നിലയിലായിരുന്നു, പകുതി കഴിച്ച നിലയിലായിരുന്നു. ചോക്ലേറ്റിനോട് താല്പര്യമുള്ളവരാണ് പൊതുവെ കുട്ടികൾ. അങ്ങനെ ഈ കുട്ടി ക്ലാസ് മുറിയിൽ നിന്നും ലഭിച്ച ഈ പകുതി കഴിച്ച ചോക്ലേറ്റ് കഴിക്കുകയായിരുന്നു. പിന്നീട് ഈ കുട്ടിക്കുണ്ടായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ദേഹാസ്വാസ്ഥ്യവും എല്ലാം തന്നെയാണ്. 3:30 സ്കൂൾ വിടുന്നു. അപ്പോൾ മുതൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ലഹരി പദാർത്ഥം അടങ്ങുന്ന ഡയറി മിൽക്ക് എങ്ങനെ LKG ക്ലാസ് മുറിയിൽ വന്നു എന്നതാണ്. അത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. സംഭവം വളരെ ഗൗരവകരമായാണ് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 5 ദിവസമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ കുട്ടി കിടന്നത്. അതിനാൽ തന്നെ കളക്ടർക്കും കോട്ടയം SP എല്ലാം തന്നെ കുട്ടിയുടെ അമ്മ ഇന്നലെ പരാതി നൽകി. അതിലിപ്പോൾ ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത്. മണർകാട് പോലീസാണ് സംഭവം അന്വേഷിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. അതിൽ സ്കൂൾ അധികൃതരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വിശദമായ ഒരു മൊഴി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. LKG ക്ലാസ് മുറിയിൽ 4 വയസ്സുള്ള കുട്ടികളുടെ ക്ലാസ് മുറിയിൽ എങ്ങനെ ഈ ഒരു ചോക്ലേറ്റ് എത്തി എന്നതാണ് ചോദ്യം. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, സാധാരണ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ സ്കൂൾ അധികൃതർ മാതാപിതാക്കളോടൊപ്പം സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇവിടെ സ്കൂൾ
സ്കൂൾ അധികൃതർ ഈ മാതാപിതാക്കൾക്കെതിരെയും പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ്. ഒന്നിച്ചു നിന്ന് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോരാടാതെ അവരും കുറച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സീനിയർ വിദ്യാർത്ഥികളുടെ ആരുടെയെങ്കിലും പക്കൽ നിന്നാണോ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് എത്തിയിരിക്കുന്നത് എന്നൊരു സംശയം പോലീസിനുണ്ട്. അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഊർജിതമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ബെൻസോഡയാസ്പിൻ എന്ന ലഹരി പദാർത്ഥമാണ് ഈ ചോക്ലേറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഉറക്ക ഗുളികകളിലെല്ലാം തന്നെ കാണുന്ന ഒരു കണ്ടന്റാണ് ഈ ബെൻസോഡയാസ്പിൻ. ലഹരി പദാർത്ഥമായും ചിലർ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട്. ഈ ചോക്ലേറ്റ് റാപ്പർ ഫോറൻസിക് പരിശോധനയ്ക്കായി കുട്ടിയുടെ അമ്മ സ്കൂൾ അധികൃതരോട് ചോദിച്ചു. എന്നിട്ടും ഇവർ കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഈ കേസിനുണ്ട്. അതിനാൽ തന്നെ വിശദമായ ഒരു അന്വേഷണമാണ് വരും ദിവസങ്ങളിൽ നടക്കുക. വിശദമായ മൊഴിയും വരും ദിവസങ്ങളിൽ പോലീസ് രേഖപ്പെടുത്തും. റോഷ്നി, ശരി, അതാണ് കോട്ടയത്ത് സംഭവിച്ചത്. ആ ചോക്ലേറ്റിൽ നിന്ന് ലഹരി പദാർത്ഥം കണ്ടെത്തിയ സംഭവം, അതിന്റെ വിശദാംശങ്ങളാണ് അഞ്ജന നൽകിയത്.